ഡൽഹിയുടെ IIT മുറിയിലേക്ക്, ആ പ്രൗഢഗംഭീരമായ വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലെടുത്തു വെച്ച നിമിഷം തന്നെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ആകാശത്ത് ഒരു പുതിയ ചരിത്രം പിറവിയെടുക്കുകയായിരുന്നു. മറ്റുള്ളവരെ പോലെ പതിവ് രാഷ്ട്രീയ വാഗ്ദാനങ്ങളുടെയും വിരസമായ പ്രസംഗ ശൈലികളുടെയും കാലഹരണപ്പെട്ട ചട്ടക്കൂടുകൾ പൂർണ്ണമായും ഉടച്ചെറിഞ്ഞുകൊണ്ട് അവിടേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോൾ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കേണ്ട ജെൻസി തലമുറയുടെ ആവേശവും ആർപ്പുവിളികളും കൊണ്ട് ആ ഹോൾ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളുകയായിരുന്നു. ഇന്നത്തെ കാലത്ത് യുവതയുടെ മനസ്സ് പൂർണ്ണമായി കീഴടക്കുക എന്നത് ഏതൊരു ഭരണാധികാരിയെയും സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും മോദി അവിടെ തീർത്തത് തുല്യതയില്ലാത്ത മറ്റൊരു പുതിയ അധ്യായമാണ്. വിദ്യാർത്ഥികളുടെ മുഖത്തുണ്ടായിരുന്ന ആ അദമ്യമായ ആവേശവും അവർ നൽകിയ ഉജ്ജ്വല സ്വീകരണവും കണ്ട് രാഷ്ട്രീയ എതിരാളികൾ പോലും അമ്പരന്നു പോയി എന്ന് വേണം പറയാൻ. രാജ്യത്തിന്റെ നാടിമിടിപ്പ് എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ ഒരു നീക്കം വെറുമൊരു ഔദ്യോഗിക ചടങ്ങിന്റെ അതിരുകൾക്കപ്പുറം ഇന്ത്യൻ യുവത്വത്തിന് നൽകിയ വലിയൊരു ഉറപ്പായി മാറിക്കഴിഞ്ഞു. ഈ രാഷ്ട്രീയ വിശകലനത്തിലൂടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ആ ഒരു നിർണായക സത്യമുണ്ട്. വരും കാലങ്ങളിൽ ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാനുള്ള ആ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഈ യുവതയുടെ കൈകളിൽ മാത്രമാണ് സുരക്ഷിതമായിരിക്കുന്നത്. വികസിത ഭാരതം എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ പ്രയാണത്തിൽ യുവാക്കളുടെ ഓരോ തീരുമാനവും അവരുടെ ഭാവി ജീവിതവും എത്രമാത്രം നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. വരാനിരിക്കുന്ന 3-4 പതിറ്റാണ്ടുകളിൽ ഈ യുവാക്കൾ കൈക്കൊള്ളുന്ന നയങ്ങളും നിലപാടുകളും രാജ്യത്തിന്റെ വികസന ദിശയെ പൂർണ്ണമായി മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിന് നിങ്ങളിൽ വലിയ വിശ്വാസമുണ്ടെന്നും ഭാരതത്തിന്റെ ഓരോ ചുവടുവെപ്പിലും നിങ്ങളുടെ സംഭാവനകൾ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വാത്സല്യത്തോടെ ബിരുദധാരികളെ ഓർമ്മിപ്പിച്ചു. വർത്തമാന കാലഘട്ടത്തിന്റെ സങ്കീർണതകൾ പൂർണ്ണമായി മറികടന്ന് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഈ യുവ മനസ്സുകൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. യുവതയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതിലൂടെ മാത്രമേ രാജ്യത്തിന് ശരിയായ അർത്ഥത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. രാജ്യത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഈ വാക്കുകൾ ഓരോ വിദ്യാർത്ഥിയുടെയും ഉള്ളിൽ പുതിയൊരു വെളിച്ചമാണ് നിറച്ചത്. സാങ്കേതിക വിദ്യ അതിവേഗം മാറിമറിയുന്ന ഈ കാലത്ത് ആഗോളതലത്തിലെ തന്ത്രപ്രധാന സമവാക്യങ്ങളും തൊഴിൽ മേഖലകളും അക്ഷരാർത്ഥത്തിൽ പുനർനിർവചിക്കപ്പെടുകയാണ്. അടുത്ത 20-30 വർഷങ്ങൾക്ക് ശേഷം ലോകം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് പ്രവചിക്കുക പോലും അസാധ്യമാണ്. അതിനാൽ നിരന്തരം പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ മാറ്റങ്ങളുമായി വേഗത്തിൽ പൊരുത്തപ്പെടാനും തയ്യാറാകുന്നവർ മാത്രമേ ഭാവിയിൽ വിജയം കൈവരിക്കൂ എന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ ശക്തമായി ഓർമ്മിപ്പിച്ചു. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള കഴിവും പുതിയ കാര്യങ്ങൾ അറിയാനുള്ള കൗതുകവും എപ്പോഴും മനസ്സിൽ നിലനിർത്തണമെന്നും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ സ്വന്തം കഴിവ് തെളിയിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കായി മുന്നിട്ടിറങ്ങണമെന്നും പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് ആത്മാർത്ഥമായി ആവശ്യപ്പെടുകയുണ്ടായി. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ പ്രതീക്ഷകളോടെ IIT പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പുതിയ ദിശാബോധം നൽകാൻ ഇത്തരം വാക്കുകൾക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ലോകം സാങ്കേതികമായി വളരുമ്പോൾ അതിനൊപ്പം സഞ്ചരിക്കാൻ നമ്മുടെ യുവജനങ്ങൾ സജ്ജരാകേണ്ടതുണ്ട് എന്ന സന്ദേശം ഇവിടെ വളരെ വ്യക്തമാണ്. വർത്തമാനകാലത്ത് പരീക്ഷാ വിവാദങ്ങളും വിദ്യാഭ്യാസ മേഖലയിലെ സമസ്യകളും വൻതോതിൽ ചർച്ചയാകുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തെ യുവജനങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താനും സാങ്കേതിക മേഖലയിലെ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ നിർണായക സന്ദേശം പുറത്തു വന്നത്. രാഷ്ട്രീയത്തിനതീതമായി രാജ്യത്തിന്റെ യുവശക്തിയെ ഒരേ വേദിയിൽ ഒന്നിപ്പിക്കാനും അവരുടെ കയ്യടി നേടാനും മോദിക്ക് കഴിഞ്ഞു എന്നത് മറ്റൊരു വസ്തുതയാണ്. ജെൻസി തലമുറയുടെ ചിന്താഗതികൾ മാറുന്നതിനനുസരിച്ച് ഭരണാധികാരികളും മാറുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഡൽഹി IITയിലെ ഈ ബിരുദദാന ചടങ്ങ്. പൊള്ളയായ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി തികച്ചും പുതിയൊരു അനുഭവമാണ് പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത്. രാജ്യത്തിന്റെ സാങ്കേതിക കുതിപ്പിന് ചുക്കാൻ പിടിക്കാൻ പോകുന്ന ഈ യുവ മനസ്സുകളെ ഒപ്പം നിർത്താൻ മോദി നടത്തിയ ഈ തന്ത്രപരമായ നീക്കം രാഷ്ട്രീയ നിരീക്ഷകരടക്കം വളരെ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. എന്തായാലും വരും നാളുകളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നായി ഈ ബിരുദദാന ചടങ്ങിലെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യുവത്വത്തിന്റെ കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഈ മുന്നേറ്റം രാജ്യത്തിന് പുതിയ ദിശ നൽകുമെന്ന് ഉറപ്പാണ്.
രാജ്യത്തിന്റെ സാമ്പത്തികവും സാങ്കേതികവുമായ വളർച്ചയിൽ പുതിയൊരു അധ്യായം കുറിക്കാൻ ഈ യുവതയ്ക്ക് സാധിക്കുമെന്നതിൽ തർക്കമില്ല. വിദ്യാഭ്യാസ മേഖലയിലെ വെല്ലുവിളികളെല്ലാം തരണം ചെയ്ത് മുന്നേറാൻ പുതിയ തലമുറയ്ക്ക് ഇത്തരം സന്ദേശങ്ങൾ വലിയ ഊർജം പകരുമെന്നതിനാൽ ഈ ഒരു സംഭവം രാഷ്ട്രീയപരമായും സാമൂഹികപരമായും വലിയൊരു വഴിത്തിരിവായി മാറുകയാണ്. ഇത്തരം കാര്യങ്ങൾ സമഗ്രമായി വിശകലനം ചെയ്യുമ്പോൾ വരുംകാല ഇന്ത്യയുടെ നേതൃനിരയിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു തലമുറയെ മാനസികമായി പാകപ്പെടുത്തുന്നതിൽ പ്രധാനമന്ത്രിയുടെ ഈ ഇടപെടലുകൾ എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാകും. സ്പേസ് സാങ്കേതികവിദ്യ, ഡ്രോൺ നിർമ്മാണം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ പുത്തൻ മേഖലകളിൽ മുൻപൊന്നുമില്ലാത്ത വിധം ചെറുപ്പക്കാർ കടന്നു വരുന്നത് വികസിത ഭാരതത്തിന്റെ ശുഭസൂചനയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ മേഖലകളിലെല്ലാം ഇന്ത്യയുടെ കുതിപ്പ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന യുവതയാണ് രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് ഈ ചടങ്ങിൽ ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്കായി യുവാക്കൾ സ്വയം സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ആഴത്തിൽ തുറന്നുകാട്ടി. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് രംഗത്തെ കുതിച്ചുചാട്ടങ്ങളെയും സ്വകാര്യ മേഖലയിലെ യുവ സംരംഭകരുടെ സജീവമായ പങ്കാളിത്തത്തെയും അദ്ദേഹം വാനോളം പ്രശംസിച്ചു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്കൊപ്പം തന്നെ ദേശീയ ഉത്തരവാദിത്തങ്ങളും നെഞ്ചിലേറ്റണമെന്ന് യുവതലമുറയോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വളർച്ചയ്ക്കൊപ്പം വ്യക്തികൾ വളരുന്ന അപൂർവമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും കൂട്ടിച്ചേർത്തു. പുതിയ ആശയങ്ങളുമായി വരുന്ന സ്റ്റാർട്ടപ്പുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിക്കുമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ഈ പ്രസംഗം വെറുമൊരു വാക്കുകളുടെ കൂട്ടായ്മ മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ യുവജനങ്ങൾക്ക് നൽകിയ വലിയൊരു കർമ്മ പദ്ധതി കൂടിയാണ്. രാഷ്ട്രീയമായ വേർതിരിവുകൾക്കപ്പുറം രാജ്യത്തിന്റെ പുരോഗതിക്കായി എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. വരും കാലങ്ങളിൽ ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ഈ യുവശക്തികൾക്ക് കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നതിൽ ഈ യുവ സംരംഭകരുടെ പങ്ക് അളവറ്റതാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ പുതിയ ആശയങ്ങൾക്കും സംരംഭങ്ങൾക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ ചടങ്ങ് രാജ്യത്തിന് വീണ്ടും ഓർമ്മിപ്പിച്ചു നൽകുന്നു. ഈ വിശകലനം നൽകുന്ന സൂചനകൾ വളരെ വ്യക്തമാണ്. പുതിയ തലമുറയുടെ ആത്മവിശ്വാസവും സാങ്കേതിക അറിവുകളും തന്നെയാണ് രാജ്യത്തിന്റെ നാളത്തെ ഏറ്റവും വലിയ കരുത്ത്. ഗ്ലോബൽ രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങളും ആശയങ്ങളും വലിയ പങ്കുവഹിക്കുമെന്നതിൽ സംശയമില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും നൈപുണ്യ വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഈ ചർച്ചകൾ വരും നാളുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും യുവജനങ്ങളുടെ സമൂഹത്തിലും വലിയ തോതിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തീർച്ചയാണ്. പുതിയ തലമുറയുടെ സ്വപ്നങ്ങളും രാജ്യത്തിന്റെ ലക്ഷ്യങ്ങളും ഒന്നായി മാറുന്ന ഈ അപൂർവ നിമിഷം ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ സുവർണ അധ്യായമായി മാറിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ സാങ്കേതിക മുന്നേറ്റങ്ങളും സ്റ്റാർട്ടപ്പ് സംസ്കാരവും രാജ്യത്തിന്റെ ഓരോ കോണിലേക്കും വ്യാപിപ്പിക്കുന്നതിൽ ഇത്തരം ആശയവിനിമയങ്ങൾ വലിയൊരു ഉത്തേജകമായി മാറുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ നാളത്തെ സാമ്പത്തിക സാങ്കേതിക ഭാവിയെ രൂപപ്പെടുത്തുന്ന നിർണായകമായ ഒരു സുപ്രധാന നയരേഖയായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. ഗ്ലോബൽ ഇൻഡെക്സുകളിൽ ഇന്ത്യ മുന്നേറുന്ന ഈ കാലഘട്ടത്തിൽ ഈ വാക്കുകൾ വരും തലമുറയ്ക്ക് വലിയൊരു വഴികാട്ടിയായി മാറുമെന്നതിൽ സംശയമില്ല. യുവജനങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണ് ഇന്ത്യയുടെ നാളെ എന്നതിൻ്റെ ഏറ്റവും മികച്ച തെളിവ് കൂടിയാണ് ഡൽഹി IITയിലെ ഈ ബിരുദദാന ചടങ്ങ് അടയാളപ്പെടുത്തുന്നത്. ഇത് രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പുതിയൊരു ദിശാബോധം നൽകുമെന്നത് യാതൊരു സംശയവുമില്ലാത്തതിനാൽ വരുംകാല ഇന്ത്യയുടെ വളർച്ചയിൽ ഈ സംഭവത്തിന് വലിയൊരു പങ്കുണ്ടാകുമെന്ന് തീർച്ചയാണ്. ലോകവേദിയിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്താൻ ഈ യുവ മനസ്സുകൾക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഈ ചടങ്ങ് രാജ്യത്തിന് നൽകിയിരിക്കുന്നത്. നവഭാരതത്തിന്റെ ശില്പികളായ ഈ യുവതലമുറ രാജ്യത്തിന്റെ പുരോഗതിക്കായി കൂടുതൽ ആത്മവിശ്വാസത്തോടെയും പുതിയ ആശയങ്ങളോടെയും മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ മികച്ച നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു സമകാലിക വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.